നമസ്കാരം. ലോകമെമ്പാടും സൈബർ ലോകത്തിന് വലിയ ഭീഷണിയായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഹാക്കർമാർ. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വിവരം ഞെട്ടിപ്പിക്കുന്നതാണ്. ജിമെയിലിൻ്റെ ഏതാണ്ട് 2.5 ബില്യൺ ഉപഭോക്താക്കൾ ഹാക്കിംഗ് ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്നു എന്നാണ് ഇപ്പോൾ ഇത് സംബന്ധിച്ച വിദഗ്ധർ അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. ഇവർ വ്യാപകമായി നുഴഞ്ഞേറിയിട്ടുണ്ട് എന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. ഏത് നിമിഷം വേണമെങ്കിലും നിങ്ങൾക്ക് നേരെയും ഇവരുടെ ആക്രമണം ഉണ്ടാകാം. പക്ഷേ അതിനുള്ള തയ്യാറെടുപ്പുകൾ എന്തൊക്കെയാണ് നടത്തേണ്ടത് എന്നുള്ളത് സംബന്ധിച്ച വിശദാംശങ്ങളും വിദഗ്ധർ നമുക്കായി നൽകിയിട്ടുണ്ട്. ഷൈനി ഹണ്ടേഴ്സ് എന്നറിയപ്പെടുന്ന ഹാക്കിംഗ് ഗ്രൂപ്പ് കഴിഞ്ഞ ജൂൺ മാസത്തിലാണ് ഒരു ഗൂഗിൾ ജീവനക്കാരനെ കബളിപ്പിച്ച് ഇത്തരത്തിൽ ഹാക്കിംഗ് നടത്തിയിരിക്കുന്നത്. ഇവരിപ്പോൾ ചെയ്യുന്നത് വളരെ വിചിത്രമായ കാര്യങ്ങളാണ്. ഉപഭോക്താക്കളെ നേരിട്ട് ഫോണിൽ വിളിച്ച് നിങ്ങളുടെ പാസ്വേഡ് മാറ്റണം, അല്ലെങ്കിൽ നിങ്ങളുടെ ഗൂഗിൾ ജിമെയിലുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ ഒരുപാട് മാറ്റങ്ങൾ വരുത്തണം എന്നൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ട് നിരന്തരമായി സന്ദേശങ്ങൾ അയക്കും. അതുപോലെ പലപ്പോഴും ഓഡിയോ സന്ദേശങ്ങൾ വരും. ഇതൊക്കെ വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ ഇവർ പറയുന്നത് അനുസരിക്കാൻ പോവുകയാണെങ്കിൽ നിങ്ങളുടെ സർവ്വവിധ വിശദാംശങ്ങളും ഇവർ തട്ടിയെടുക്കും എന്നാണ് ഇപ്പോൾ നൽകുന്ന താക്കീത്. ലോകവ്യാപകമായി തന്നെ ഇവർ എല്ലാ രാജ്യങ്ങളിലെയും പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളുടെയും അതുപോലെ വ്യക്തികളുടെയും ഒക്കെ തന്നെ ജിമെയിൽ അക്കൗണ്ടുകൾ ഹാക്ക് ചെയ്യാൻ പരിപാടിയിട്ടാണ് രംഗത്തിറങ്ങിയിരിക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത്. പലപ്പോഴും പലർക്കും സാമ്പത്തികമായൊക്കെ വലിയ നഷ്ടമുണ്ടാകാനുള്ള സാധ്യത ഇതിലൂടെ ഉണ്ടാകാറുണ്ട്. അതുപോലെ നമ്മുടെ വ്യക്തിപരമായ അല്ലെങ്കിൽ സ്ഥാപനത്തിൻ്റെ വളരെ ഏറ്റവും പ്രധാനപ്പെട്ട രേഖകളൊക്കെ തന്നെ ഇത്തരത്തിൽ ചോർത്തിയെടുക്കാനും പിന്നീട് അത് ഉപയോഗിച്ചുകൊണ്ട് നമ്മളെ ബ്ലാക്ക്മെയിൽ ചെയ്യാനോ അതല്ലെങ്കിൽ നമ്മൾ ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് മറ്റു രീതിയിൽ പണം തട്ടിയെടുക്കാനോ അല്ലെങ്കിൽ നമ്മുടെ ഗുണങ്ങളൊക്കെ തന്നെ അവരുടേതാക്കി മാറ്റാനോ ഒക്കെ തന്നെ ഇതിലൂടെ കഴിയും എന്നാണ് ഇപ്പോൾ ഹാക്കർമാർ നൽകുന്ന മുന്നറിയിപ്പ്. ഇക്കാര്യത്തിൽ ഗൂഗിൾ നൽകുന്ന മുന്നറിയിപ്പ്, ഗൂഗിൾ ആരെയും ഫോൺ ചെയ്യാറില്ല എന്നുള്ള കാര്യം നിങ്ങളെപ്പോഴും ഓർക്കുക. അതുപോലെ ഗൂഗിൾ നേരിട്ട് ഓഡിയോ സന്ദേശവും അയക്കാറില്ല. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഫോൺ വിളികളോ അതല്ലെങ്കിൽ ഓഡിയോ മെസ്സേജുകളോ ഒക്കെ വരികയാണെങ്കിൽ അവയെല്ലാം തന്നെ നമ്മൾ അവഗണിച്ച് കളയുക. കാരണം ഇത് നിങ്ങളുടെ ജിമെയിൽ മൊത്തമായി ഹാക്ക് ചെയ്യാനുള്ള സംവിധാനത്തിലൂടെ നിങ്ങളുടെ എല്ലാ വിവരങ്ങളും തട്ടിയെടുക്കാൻ ഇവർ നടത്തുന്ന ഒരു ശ്രമമായിട്ട് വേണം കണക്കാക്കാൻ. ഈ പറഞ്ഞ ഷൈനി ഹാക്കേഴ്സ് ആരാണെന്നുള്ളതിനെക്കുറിച്ചും ഇവർ ഏത് രാജ്യക്കാരാണെന്നുള്ളതിനെക്കുറിച്ചും ഇനിയും വിശദാംശങ്ങളൊന്നും തന്നെ ലഭ്യമായിട്ടില്ല. എങ്കിലും നമ്മളെപ്പോഴും കരുതിയിരിക്കുക തന്നെ വേണം. കാരണം ഇവരുടെ രീതികൾ അത്രയും വിചിത്രമാണ്. ഗൂഗിളാകട്ടെ അവിടെ ഉപഭോക്താക്കളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിന് വേണ്ടി എത്രയോ സംവിധാനങ്ങളാണ് നിലവിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇതിനായി ഒരു കമ്പനി തന്നെ അവർ തുടങ്ങിയിരുന്നു ഉപഭോക്താക്കളുടെ സുരക്ഷ ഉറപ്പുവരുത്താൻ. പക്ഷേ അവിടെയും ഈ ഹാക്കർമാർ നുഴഞ്ഞു കയറി എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും അത്ഭുതകരമായ കാര്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർ അങ്ങേയറ്റം അപകടകാരികളാണ് എന്നുള്ള കാര്യം നമ്മൾ എപ്പോഴും ഓർത്ത് വയ്ക്കുക എന്നുള്ളതാണ് ഈ വിദഗ്ധർ നൽകുന്ന നിർദ്ദേശം. അതല്ലാതെ പെട്ടെന്ന് എവിടെന്നെങ്കിലും ഒരു മെയിൽ വരികയോ ഒരു സന്ദേശം വരികയോ ചെയ്യുമ്പോൾ അതിനോട് ചാടി വീണ് പ്രതികരിക്കാൻ പോയാൽ അത് നമുക്കേറെ ബുദ്ധിമുട്ടുകളുണ്ടാക്കും എന്നാണ് ഇവർ നൽകുന്ന മുന്നറിയിപ്പ്. ലോകത്തുനിന്ന് ഒരുപക്ഷെ ഏറ്റവും അധികം ആളുകൾ ഉപയോഗിക്കുന്ന ഒന്നാണ് ജിമെയിൽ അക്കൗണ്ട്. അതുകൊണ്ട് തന്നെ ഈ 2.5 ബില്യണിൽ കൂടുതലായിരിക്കാം ഒരുപക്ഷെ ഇത്തരത്തിൽ ഹാക്കിംഗ് നടത്താനുള്ള സാധ്യതയുള്ളത് എന്നും ചിലർ മുന്നറിയിപ്പ് നൽകുന്നു. അതായത് ലോകത്ത് വ്യവസായ മേഖലയിലും IT രംഗത്തും മാധ്യമ രംഗത്തും വ്യക്തിപരമായും ഒക്കെ തന്നെ ഏറ്റവും അധികം ആളുകൾ ഉപയോഗിക്കുന്ന ജിമെയിലിൽ അതിൻ്റെ ഉള്ളറകളിലേക്ക് കടന്നു ചെന്നേരം ഹാക്കിംഗ് നടത്തിക്കഴിഞ്ഞാൽ തങ്ങൾക്ക് ശതകോടികൾ സമ്പാദിക്കാം എന്നുള്ള ആ ഒരു ഗൂഢലക്ഷ്യമാണ് ഈ ഹാക്കർമാർക്കുള്ളതെന്നാണ് പറയപ്പെടുന്നു. ഒപ്പം ഇതിൻ്റെ വിവരങ്ങൾ ഒരുപക്ഷെ അവർക്ക് സ്വന്തമാക്കാൻ കഴിഞ്ഞാൽ ഏതെങ്കിലും കമ്പനികൾ വർഷങ്ങളായി വികസിപ്പിച്ചെടുത്ത പ്രധാനപ്പെട്ട അവരുടെ കാര്യങ്ങളൊക്കെ തന്നെ അതല്ലെങ്കിൽ ഒരു രാജ്യത്തിൻ്റെ പ്രതിരോധ രഹസ്യങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ഇത്തരത്തിൽ തട്ടിയെടുക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ഈ ഹാക്കർമാർക്കുണ്ട് എന്നാണ് ഇപ്പോൾ ഗൂഗിൾ നൽകുന്ന മുന്നറിയിപ്പ്. ഉപഭോക്താക്കളുടെ സുരക്ഷയ്ക്കായി ഗൂഗിൾ തുടങ്ങിയ സ്ഥാപനത്തെ പോലെ ഇവർ നുഴഞ്ഞു കയറി എന്ന് പറയുമ്പോൾ എത്രത്തോളം ശക്തരാണ്, തന്ത്രശാലികളാണ് ഈ ഹാക്കർമാർ എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പലപ്പോഴും നമ്മളെ കൊണ്ട് ലോഗിൻ ചെയ്യിക്കാനായി പല നിർദ്ദേശങ്ങളും ഈ ഇത്തരത്തിൽ ഹാക്കർമാർ നൽകുമെന്നാണ് പറയപ്പെടുന്നത്. ഒന്ന്, നിങ്ങൾ പെട്ടെന്ന് ലോഗിൻ ചെയ്യൂ, ഒരു വലിയ പ്രശ്നം ഉണ്ടായിരിക്കുന്നു, അതല്ലെങ്കിൽ നിങ്ങളുടെ പാസ്വേഡ് ഇത് തന്നെയാണോ, നിങ്ങൾ പാസ്വേഡ് മാറ്റുന്നുണ്ടോ, പാസ്വേഡ് ഞങ്ങളെ അറിയിക്കൂ തുടങ്ങിയ വിവരങ്ങളൊക്കെ ഗൂഗിളിൽ നിന്നാണ് എന്ന് പറഞ്ഞ് സന്ദേശം എത്തുമ്പോൾ പലപ്പോഴും നമ്മൾ അറിയാതെ അത് വിശ്വസിക്കുകയും നമ്മുടെ എല്ലാവിധ രഹസ്യങ്ങളും അങ്ങനെ ഹാക്കർമാർ തട്ടിയെടുക്കുകയും ചെയ്യുന്നതാണ് പതിവ്. ഏതായാലും ഇപ്പോൾ തന്നെ ഇതിനെക്കുറിച്ചുള്ള മുന്നറിയിപ്പ് നൽകിയ സാഹചര്യത്തിൽ ജനങ്ങൾ വളരെ അതീവ ജാഗ്രത ഇക്കാര്യത്തിൽ പാലിക്കണം എന്നാണ് ഗൂഗിൾ ആവശ്യപ്പെടുന്നത്.